എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ഏയ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. നോക്കി, നല്ല സ്റ്റൈലാ കാണാൻ. എന്തിനാ ഇനി അത് ഊരുന്നേ? അമ്മയെ കണ്ടപ്പോ എനിക്കൊരു നാണം. നാണോ? അതിന്റെ ഒരാവശ്യമില്ല. നന്നായിട്ടുണ്ട്, നല്ല ഗമ തോന്നിക്കുന്നുണ്ട്. നോക്കി, ദേ, എന്നും ഇങ്ങനെ തന്നെ നടന്നാ മതി. ജീവിതമേ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. ഇതൊന്നും വിപിൻ സാറിന് ഇഷ്ടമാകുമെന്ന് തോന്നുന്നില്ല. സാറ് കണ്ട വഴക്ക് പറയും. അവന്റെ അഭിപ്രായം ആർക്ക് വേണം? ദേ, ഇതൊക്കെ കണ്ടിട്ടേ അവൻ മോളെ വഴക്ക് പറഞ്ഞാ മോൾ എന്നോട് പറഞ്ഞാ മതി. മോൾ അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. മോള് മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോ. കേട്ടല്ലോ? ആ മോളെ, ഞാൻ ഇപ്പൊ വന്നതേ വേറൊരു കാര്യം പറയാനായിരുന്നു. എന്താ അമ്മ? മോളെ, പാർവതി ഇവിടെ നിന്ന് പോയപ്പോഴേ ഫോട്ടോസ് അല്ലാതെ വേറെ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് മോൾക്ക് വല്ലതും അറിയോ? ഇല്ലമ്മേ, എന്റെ അറിവില് ആ ഫോട്ടോസ് അല്ലാതെ പാർവതി വേറെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല. അവള് പോകുന്നതിന് മുൻപ് നിന്നോട് എന്തെങ്കിലും സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല. മോളെ, ഇവിടുന്ന് എന്തൊക്കെയോ മിസ്സിംഗ് ആയതുപോലെ ഒരു തോന്നല്. ഇനി പാർവതി ഇവിടെ നിന്ന് വില പിടിച്ചത് എന്തെങ്കിലും എടുത്ത് മോളുടെ അമ്മയെ രഹസ്യമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവോ? അതെനിക്കറിയില്ല. എന്നാലും മോൾ എനിക്ക് വേണ്ടി അതൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് എന്ത് വിവരം കിട്ടിയാലും അതെന്നെ അറിയിക്കണം. ഓക്കെ? ആ ശരി അമ്മ, ഞാൻ തിരക്കാം അമ്മ. ശരി മോളെ. എന്നാലും പാറുവിനും വിശാലിനും ഇങ്ങനൊരു ദുരവസ്ഥ വന്നു ചേർന്നല്ലോ. എത്ര സന്തോഷത്തോടെയാ ഐശ്വര്യത്തോടെയാ അവരവിടെ കഴിഞ്ഞു പോയത്. സൗഭാഗ്യങ്ങളുടെ നടുവിലായിരുന്നില്ലേ അവരവിടെ ജീവിച്ചത്. ഇപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് കോളനി വന്ന് താമസിക്കുന്നു. എന്താ സംഭവിച്ചത്? എന്തിനു വേണ്ടിയാ അവരാ സ്വത്തും വീടും കമ്പനിയൊക്കെ വേണ്ടാന്ന് വെച്ച് പോന്നത്? സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനാ വിശാൽ. അവൻ എങ്ങനെ കൊട്ടാരം ഉപേക്ഷിച്ച് കുപ്പമാടത്തിൽ വന്ന് താമസിക്കാൻ കഴിയുന്നു? മോളെ, ഇങ്ങനെ ഒരു ദുർവിധി പാർവതിക്കും വിശാലിനും ഉണ്ടാകുമെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. അച്ഛൻ ഇതറിയായിരുന്നോ? മോളെ, ഞാനിത് മുൻകൂട്ടി കണ്ടത് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അച്ഛൻ എന്നോട് ഇത് പറഞ്ഞില്ല? അച്ഛന് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്തിനാ? ഇപ്പൊ നീ അനുഭവിക്കുന്ന ദുഃഖം കുറച്ചു മുന്നേ അനുഭവിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും ഈ വിധി അകറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരക്രിയ ചെയ്യായിരുന്നില്ലേ? ഇതിന് തൽക്കാലം പരിഹാരം ഒന്നുമില്ല മോളെ. ഇത് വിശാലിന്റെയും പാർവതിയുടെയും ജീവിതത്തിന്റെ പരീക്ഷണ കാലഘട്ടമാണ്. ഈ പരീക്ഷണം അവര് നേരിട്ടേ മതിയാവൂ. ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും കൊട്ടാരം വിട്ട് വനവാസത്തിന് പോകേണ്ടി വന്നില്ലേ? അതുപോലൊരവസ്ഥയാണ് ഇപ്പൊ വിശാലിനും പാർവതിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യനും ഗ്രഹണം ബാധിക്കുന്ന ഒരു ദിവസം വരും. അതുപോലൊരു ഗ്രഹണ സമയമാ വിശാലിനും പാർവതിക്കും. ഗ്രഹണം മാറി അവരുടെ ജീവിതവും തെളിയും, പൂർവാധികം ശോഭിക്കും. ഇപ്പൊ അവരനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളൊക്കെ അവര് തരണം ചെയ്യും. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അവർക്ക് ജീവിത പാഠങ്ങളായി മാറും. അതവർക്ക് കൂടുതൽ കൂടുതൽ കരുത്തേകും. ഈ ചക്രവ്യൂഹം താണ്ടിയാൽ ഇതുവരെ ജീവിച്ചതിനേക്കാൾ 10 മടങ്ങ് സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അവർ രണ്ടാളും ജീവിക്കും. ലോകൈകനാഥനായ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹ ആശീസ്സുകൾ എന്നും അവർക്കുണ്ടാവും. എന്റെ ദേവി, എന്റെ മോളെയും വരുമോനെ അവിടുന്ന് കാത്തുരക്ഷിക്കണേ. അവരുടെ ആപത് കാലഘട്ടത്തിൽ അവിടുന്ന് അവർക്ക് തുണി ഉണ്ടാവണേ. മോളെ,
എന്താ അച്ഛാ? ഇനി പ്രശ്നത്തിൽ തെളിഞ്ഞ ഒരാപത്തുകൂടി ഞാൻ നിന്നോട് പറയാം. എന്താ അച്ഛാ? സർപ്പദോഷ പരിഹാരം നിർവഹിക്കാതെ ശാന്തി മുഹൂർത്തം നടത്തിയ പല്ലവി ഗർഭം ധരിക്കും. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പക്ഷേ അത് സർപ്പദോഷമുള്ള ഒരു സന്തതിയായിരിക്കും. ആ കുട്ടി പാർവതിയുടെ ജീവൻ ആപത്തുണ്ടാക്കും. ഈ വിഷമത്തിനിടയിലും ഞാനൊന്ന് ആശ്വസിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും മോളെ തീ കോരിയിടുന്ന കാര്യമാണല്ലോ അച്ഛൻ പറഞ്ഞത്. മോളെ, പ്രശ്നത്തിൽ കണ്ടത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം ഈശ്വരന്റെ കൈകളിലാ. ഈശ്വര, ഞാൻ ഇന്ന് മുതൽ എന്ത് ജോലിയായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല, എനിക്കിപ്പോ ഇന്നലെ വരെ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്ഥാനമൊന്നും ഇല്ലെന്നറിയാലോ. അറിയാം മാഡം. ആ, അതുകൊണ്ട് ബഹുമാനം ഒരല്പം കുറച്ച് ഈ മാഡം വിളി ഒഴിവാക്കാന്ന് തോന്നുന്നു. അയ്യോ, അതെങ്ങനെയാ? ശീലിച്ചതല്ലേ മാഡം, അത് മാറ്റാൻ പ്രയാസമാണ്. അല്ലെങ്കിലും അങ്ങനെ ഒരു മാറ്റം വേണ്ട. അതെനിക്കൊന്നല്ല, കമ്പനിയിൽ ആർക്കും സ്വീകാര്യമല്ല. ശരി ശരി. അല്ല, ഇന്നു മുതൽ ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? എന്താ എന്റെ ഡ്യൂട്ടി? അല്ല, അത് നിശ്ചയിക്കുന്നത് താങ്കളാണല്ലോ. എനിക്കത് പറയാൻ വിഷമമുണ്ട് മാഡം. എന്തിനു വിഷമിക്കണം? നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. അതിന് വിഷമമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. പറയണം, എന്ത് ഡ്യൂട്ടിയാ ഞാൻ ചെയ്യേണ്ടത്? അത് ക്യാൻറ്റീനിലെ ജോലി. മാഡം കിച്ചൺ ജോലികളാണ് ചെയ്യേണ്ടത്. ശരി, ആയിക്കോട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? പാർവതി, പാർവതി, നിന്റെ അവസ്ഥ കണ്ടിട്ടേ എനിക്ക് ചിരി വരിക. ഇന്നലെ വരെ ചെയർപേഴ്സണായിട്ട് ഇവിടെ വിലസിയിരുന്ന ആളാ. ഇന്ന് നിന്റെ അവസ്ഥ കണ്ടോ? ഒരു ഗേറ്റ് കീപ്പർ. കഷ്ടം, കഷ്ടം തന്നെ പാർവതി. ചെയർപേഴ്സൺ ആയിരുന്ന നിന്നെ ഗേറ്റ് കീപ്പറാക്കി മാറ്റി ഞാൻ. അതാണ് പാർവതി ഈ പ്രഭാവതി. ഹോ, എന്താ അഭിമാനം! ചതിച്ചും വഞ്ചിച്ചും എല്ലാം നേടിയെടുത്ത് നിങ്ങൾ അഹങ്കരിക്കുന്നു. പ്രഭാവതിയമ്മേ, നിങ്ങളുടെ മുഖം മൂടി പിച്ച് ചീന്താൻ എനിക്ക് നിമിഷ നേരം മതി. ഒരു സാധാരണ PA ആയി ഈ കമ്പനിയിൽ വന്നു കയറിയ നിങ്ങൾ എങ്ങനെയാണ് വിശാൽ സാറിന്റെ രണ്ടാനമ്മയായതെന്നും
എങ്ങനെയാണ് ആ കുടുംബത്തിൽ കയറിക്കൂടിയതെന്നും എങ്ങനെയാ ഇപ്പോഴീ സ്വത്തുക്കൾ സ്വന്തമാക്കിയതെന്നും വിശാൽ സാറിനെ വിശദമായി പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തിയ ഒരുപക്ഷെ ജീവനോടെ നിങ്ങൾ ഈ ഭൂമുഖത്തുണ്ടായെന്ന് വരില്ല. അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ എന്നോട് കാണിച്ച ചതിക്ക് ഞാൻ തന്നെ പകരം വീട്ടണമെന്ന വാശി എനിക്കുള്ളതുകൊണ്ടാ. നിങ്ങളെ ഞാൻ വിശാൽ സാറിന് വിട്ടുകൊടുക്കില്ല. നിങ്ങളോടുള്ള കണക്കുകൾ തീർക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും, ഈ പാർവതി. അതിനുവേണ്ടി ഗേറ്റ് കീപ്പർ എന്നല്ല, ഈ ഓഫീസിലെ എന്ത് ജോലിയും ഞാൻ എന്റെ ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഭിക്ഷയാ ഭിക്ഷ. എടീ, ദേ മൂച്ചാളി കവല ചട്ടമ്പിമാരോട് പറഞ്ഞു തീർന്ന ഡയലോഗല്ലേ ഇങ്ങോട്ടടിക്കാൻ പോകുന്നത്? അത് കേൾക്കാനേ എനിക്ക് സൗകര്യമില്ല. കൊച്ചമ്മ ചെല്ലണം. ദേ നിന്റെ അമ്മയെ ഞാൻ ഭയക്കുന്നില്ല, പിന്നെയാ നീ. ഒന്ന് പോട ചെക്ക. വിശാൽ ബ്രോ, എന്തൊരു ഗതികേടാ ഇത്. വിശാൽ ബ്രോ, നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. കമ്പനിയുടെ ഉടമസ്ഥൻ ആ കമ്പനിയിൽ ഒന്നും അല്ലാത്ത വിധം പ്യൂണിന്റെ ജോലി ചെയ്യാന്ന് വെച്ചാ അതിൽ പരം അപമാനവും മോശസ്ഥിതിയും വേറെ ഉണ്ടോ? എല്ലാം ബ്രോയുടെ ഭാര്യ കാണിച്ച മണ്ടത്തരം കൊണ്ടാ. ഓക്കെ, അതായിക്കോട്ടെ, അത് പാർവതിയുടെ ഇഷ്ടം. പക്ഷേ ബ്രോ കുറച്ചുകൂടെ ബുദ്ധിപൂർവം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമായിരുന്നു. വെറുതെ അവളുടെ പിന്നാലെ പോവാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ബ്രോയ്ക്ക് ഇന്ന് സകലതും നഷ്ടപ്പെട്ടത്. ഇപ്പോ പ്യൂണിന്റെ ജോലി ചെയ്യേണ്ടി വന്നത്. അല്ല, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. വിശാൽ ബ്രോ അവളെ അങ്ങ് കളഞ്ഞിട്ട് വാ. അമ്മ വിശാൽ ബ്രോയെ സ്വീകരിക്കും. ബ്രോയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. ഞാൻ കൂടെ നിൽക്കാം. അതെ, നിന്റെ ഉപദേശവും സഹായമൊന്നും എനിക്ക് വേണ്ട. നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീയും ജിതിനും തമ്മിലുള്ള ബന്ധം അറിയാം. വിനയ് ഒരു പൊട്ടനായതുകൊണ്ടാ നിന്നെ വിശ്വസിക്കുന്നത്. അവനോടുള്ള സ്നേഹം കൊണ്ടാ അമ്മയെ നിന്നെ സഹിക്കുന്നത്. പക്ഷേ എന്നെ അതിന് കിട്ടില്ലറിയാം. എന്റെ കുടുംബം നശിപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. പല്ലവി, അല്ല നീ ഈ സൺഗ്ലാസ് ഒക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോവാ? ഓഫീസിലേക്ക്. നീ എന്തിനാ ഇപ്പൊ ഓഫീസിലേക്ക് പോകുന്നേ? ചേച്ചി എവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ
അവൾ അവിടെ എന്താ ചെയ്യുന്നേന്നൊന്ന് കാണണം. ഓഹോ, അതാണ് അപ്പൊ ഉദ്ദേശം. ഏയ് അത് മാത്രമല്ല, ചേച്ചി പോയതിനു ശേഷം ഈ വീട്ടിലെ ജോലികൾ ആകെ താറുമാറായില്ലേ? വീട്ടുജോലിക്ക് കുറഞ്ഞത് 3-4 ആൾക്കാരെങ്കിലും വേണം. അതിനുവേണ്ടി ചിലരെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്തെടുക്കണം. പല്ലവി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്ക് പറ്റില്ല ചേച്ചിയെ പോലെ ഇവിടെ കിടന്ന് മാട് പോലെ പണിയെടുക്കാൻ. അതിന് നിന്നോടാരും പണിയെടുക്കണോന്ന് പറഞ്ഞ് നിർബന്ധിച്ചില്ലല്ലോ. എങ്കിലും ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാ. എടി, നീ ഇപ്പൊ ഓഫീസിലേക്ക് കയറി ചെല്ലാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? ഞാൻ ഓഫീസിലേക്ക് ചെന്നാല്? നീ ഓഫീസിലേക്ക് ചെന്നാ അത് പ്രഭാവതി അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ തീരെ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഈ കോലത്തിൽ. ഇതിനെന്താ കുഴപ്പം? നിന്റെ ഈ മട്ടും പടുതിയൊക്കെ കാണുമ്പോ പ്രഭാവതി അമ്മയ്ക്ക് ചൊറിയും. നീ അമ്മയോട് മത്സരിക്കാനാ അവിടെ ചെന്നതെന്ന് അമ്മ എന്ന് വിചാരിക്കും. അമ്മയെ ശരിക്കും അറിയാവുന്നോണ്ടാ ഞാനിത് പറയുന്നത്. അതിന് ഞാൻ അമ്മയോട് മത്സരിക്കാനല്ലല്ലോ അങ്ങോട്ട് പോകുന്നത്. അത് അമ്മയ്ക്കും കൂടെ തോന്നണ്ടേ? പോരാത്തതിന് അമ്മയുടെ ചെവിയിൽ ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ റിയയും വിനയും ഉണ്ട്. നീ അവിടെ ചെന്നാ മിക്കവാറും എല്ലാവരും ചേർന്ന് നിന്നെ എടുത്തിട്ടങ്ങ് പൊരിക്കും. ഞാൻ കമ്പനിയിലേക്ക് പോകുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതാ ഇവൾ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പല്ലവി, കൂടുതലൊന്നും ചിന്തിക്കാൻ നിക്കണ്ട. പോകാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഗാർഗി, നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. ഉള്ളിലിരിപ്പോ? എന്തുള്ളിലിരിപ്പ്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് അസൂയ. അതുകൊണ്ടാണ് നീ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ കൃഷ്ണ, പല്ലവി, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാ നീ ഇപ്പൊ പറഞ്ഞത്. ഹ്, നീ ഓഫീസിൽ പോകുന്നതിന് എനിക്കെന്താ അസൂയ? പ്രഭാവതി അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തന്നൂന്നേ ഉള്ളൂ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതുമില്ല. വിട്ടേക്ക്. ഗാർഗി, പ്രഭാവതി അമ്മ നിന്നോട് ചിലപ്പോ മൂശാട്ട സ്വഭാവം കാണിച്ചു എന്ന് വരും. പക്ഷെ എന്നോടത് കാണിക്കില്ല. അമ്മ എന്നെ സ്വന്തം മോളായിട്ടാ കാണുന്നത്. സ്വന്തം മോള് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അമ്മ എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളാനാ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചെയ്തോ ചെയ്തോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തു. പ്രഭാവതി അമ്മയെ പോലൊരു അമ്മായി അമ്മയെ കിട്ടിയത് എന്റെ മഹാഭാഗ്യം. ഭാഗ്യമെന്ന് പറഞ്ഞ നാവുകൊണ്ട് മഹാവെനയായി പോയിന്ന് പിന്നീട് നീ പറയാതിരുന്നാ മതി. പല്ലവി, എടോ, ഇതെന്ത് വേഷ? താനെന്ത് എവിടെ പോവാ? ഞാൻ ഓഫീസിലേക്ക്. അവിടെ തനിക്കെന്താ കാര്യം? അത് താനൊന്നും പറയണ്ട. പാർവതി പോകുന്നവരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന താനിപ്പോ സ്വയം മറന്ന് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അതിന്റെ തെളിവാ ഞാൻ ഇപ്പൊ കാണുന്ന ഈ കെട്ടുകാഴ്ച. തനിക്ക് ഓഫീസിൽ ഒരു അധികാരമില്ലല്ലോ, പിന്നെന്തിനാ താൻ അവിടെ പോകുന്നത്? ഞാൻ ഓഫീസിൽ പോയിന്ന് കരുതി എന്താ കുഴപ്പം? താൻ എവിടെയും പോണ്ട, ഞാനാ പറയുന്നത്. എന്റെ അനുവാദത്തോടെ താൻ ഇവിടുന്ന് പോവില്ല. ഇനി എന്റെ അനുവാദം ഇല്ലാതെ താൻ ഇവിടുന്ന് പോയാ പിന്നെ താനും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പാർവതി ഇവിടെ ജീവിച്ചത് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ടാ അവൾ ഇവിടെ ജീവിച്ചത്. താൻ അത് മനസ്സിൽ കണ്ട് ജീവിക്കാൻ ശീലിക്കുക.
കാര്യം. പിന്നെ അല്ല പിന്നെന്താണ് കാരണം? വിനായ്, എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ രണ്ടിനെയും ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവൾ എന്നോട് കാണിച്ച അഹങ്കാരത്തിന് അവളെ തല്ലി ഇറക്കി വിടേണ്ടതാ. പക്ഷേ ഞാനത് ചെയ്യാത്തത് അവരിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയാം.